കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും സ്വാഗതം. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നതും. യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ യേശു. വേദപുസ്തകത്തിലുടനീളം അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹല്ലേലൂയ സംസാരിക്കുന്നത് ഏറ്റവും ഹല്ലേലൂയ പരിചിതയായ ഒരു വ്യക്തിയെ നമുക്ക് ഇന്നെടുത്ത് ഹല്ലേലൂയ പഠിക്കാം. അത് മറ്റാരുമല്ല, ശമര്യ സ്ത്രീയെ കുറിച്ച് നാം എടുത്ത് പഠിക്കുമ്പോൾ ഹല്ലേലൂയ സുഖാർ എന്ന പട്ടണത്തിൽ ഹല്ലേലൂയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദുഷ്പേരുള്ള ഒരു വ്യക്തിയായിരുന്നു ശമര്യ സ്ത്രീ. അതിൻ്റെ കാരണം ഹല്ലേലൂയ വേദപുസ്തകം പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, ദൈവമുണ്ട് എന്നവൾ വിശ്വസിച്ചിരുന്നു, പക്ഷെ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾ എന്താ ചെയ്തിരുന്നത്, അവളുടെ പിതാക്കന്മാർ പറഞ്ഞത് കേട്ട് ആ മലയിലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഈ മലയിലും ആ മരച്ചുവട്ടിലും ഈ തടക്കണ്ടത്തിൻ്റെ മുന്നിലും ആ മൺകട്ടയുടെ മുന്നിലും ഒക്കെ പോയി ദൈവത്തെ ആരാധിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം ഹല്ലേലൂയ വളരെ താളം തെറ്റിയ നിലയിലായിരുന്നു. ഒന്നിലും സംതൃപ്തയല്ലായിരുന്നു അവളുടെ ജീവിതത്തെ നാം എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിലവിൽ അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൾ ഹല്ലേലൂയ 6ാമത് ഒരാളോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. അപ്രകാരം മ്ലേച്ഛകരമായ ഒരു ജീവിതം നയിച്ചിരുന്ന ശമര്യ സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടിയതിലൂടെ അവളുടെ ചരിത്രം തന്നെ കർത്താവ് മാറ്റി എഴുതുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്. അവൾ നട്ടുച്ച നേരത്ത് ഹല്ലേലൂയ യാക്കോബിന്റെ ഉറവിനരികെ വെള്ളം കോരുവാനായിട്ട് കടന്നു വരുമ്പോഴാണ് യേശു വഴിയാത്രയിൽ ക്ഷീണിതനായി അല്പം വിശ്രമിക്കാമെന്ന് കരുതി ആ ഹല്ലേലൂയ കിണറ്റിന്റെ അരികെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വെള്ളം കോരുവാൻ വന്ന ഈ സ്ത്രീയോട് യേശു പറയുകയാണ്, എനിക്ക് കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ച് അവളെ പരിചയപ്പെടുകയാണ്. അവന്റെ വസ്ത്രധാരണത്തിലൂടെ യേശു ഒരു യഹൂദൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ ശമര്യ സ്ത്രീ പറയുകയാണ്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് എന്തിനു കുടിപ്പാൻ ചോദിക്കുന്നു? കാരണം യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഈ യേശുവിനെ ആരാണെന്ന് തിരിച്ചറിയാത്ത ഹല്ലേലൂയ വെറും ഒരു യഹൂദൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശമര്യ സ്ത്രീ ഇപ്രകാരം അവനോട് ചോദിക്കുവാനിടയായി തീർന്നു. എന്നാൽ മുന്നോട്ട് അവർ സംസാരിച്ചിങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ യേശു ഈ ശമര്യ സ്ത്രീയുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച മൊത്തം പൂർവ്വ ചരിത്രങ്ങളും എടുത്തു പറയുവാനിടയായി തീർന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇവൻ വെറും ഒരു യഹൂദനല്ല. ഇവൾ എന്താണ് പറയുന്നത്, നീ സത്യമായിട്ടും ഒരു പ്രവാചകൻ തന്നെ എന്ന് ഇവള് തൻ്റെ വായ കൊണ്ട് എടുത്തു പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും യേശുവിനെ കുറിച്ച് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ യേശു എപ്രകാരമാണ് ഹല്ലേലൂയ മറ്റുള്ളവർ പറയുന്ന വാക്കിനേക്കാൾ ഉപരിയായി യേശുവിനോട് അടുക്കുവാൻ, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിപ്പാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അവരുടെ ജീവിതം എപ്രകാരമാണ് മാറ്റപ്പെടുന്നതെന്ന് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവളുടെ പൂർവ്വ ചരിത്രങ്ങളെ ഹല്ലേലൂയ യേശു വിളിച്ചു പറയുമ്പോൾ യേശു പ്രവാചകനെന്ന് അവൾ വിശ്വസിക്കുന്നു. അതിനുശേഷം അവളുടെ അറിവില്ലായ്മ അവൾ യേശുവിനോട് പങ്കുവെക്കുകയാണ്. പിതാക്കന്മാർ പറഞ്ഞതുപോലെ ആ മലയിലും ഈ മലയിലും അവിടെയും ഇവിടെയും ഒക്കെ ദൈവത്തെ അന്വേഷിച്ചും ആരാധിച്ചും പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവൾ. അവിടെ വെച്ച് യേശു പറയുകയാണ്, ദൈവത്തെ എപ്രകാരമാണ് നാം ആരാധിക്കേണ്ടത്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് നാം അറിയണമെങ്കിൽ ദൈവം ആരാണെന്ന് നാം ആദ്യം അറിയണം. ഇവിടെ യേശു പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നുള്ള സത്യം അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ പറയുകയാണ്, അതുവരെ പ്രവാചകൻ എന്ന് വിശ്വസിച്ച അവൾ അടുത്ത തലത്തിലേക്ക് മാറുകയാണ്. അവൾ പറയുകയാണ്, നീ മശിഹ ആണ്, മശിഹ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നീ പറയുന്നുണ്ടെങ്കിൽ നീ മശിഹയാണെന്ന് അവൾ ഏറ്റു പറയുവാനിടയായി തീർന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പുറമെ കാണുന്ന
മാറുന്നതല്ല യേശു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് ചിലർ പറയും യേശു ഫോറിനാണ്, വിദേശികളുടെ ദൈവമാണ്, അങ്ങനെ പല രീതിയിൽ ചിലർ പറയും പ്രവാചകന്മാരാണ്. എന്തിന്? യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും പലരും അവനെ കുറിച്ച് പലതും പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ഹാലലിയ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഹാലലിയ അവരുടെ അനുഭവങ്ങൾ കൊണ്ടോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിനെ യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ യേശു ആയിരിക്കുന്നത് പോലെ നാം അവനെ അനുഭവിക്കണമെങ്കിൽ നാം അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഓരോ ദിവസവും അവൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തടുത്ത് വരുമ്പോഴാണ് യേശു നമ്മളുടെ ആരൊക്കെയാണ്, നമ്മളുടെ ജീവിതത്തിൽ യേശുവിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും, നമ്മളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഹാലലിയ യഹൂദനെന്ന് ആദ്യം മനസ്സിലാക്കിയ ശമരി സ്ത്രീ രണ്ടാമത്തെ ലെവലിൽ പറയുന്നു അവനൊരു പ്രവാചകനാണെന്ന്. മൂന്നാമത്തെ തലത്തിലേക്ക് അവൾ കടക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ ഹാലലിയ ആ സ്ത്രീ എന്താ ചെയ്തത്? ആ പട്ടണം മുഴുവനും ഞാൻ മശിഹയെ കണ്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അതുവരെ ആ പട്ടണത്തിൽ ആരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത ലജ്ജാകരമായ ഒരു ജീവിതം നയിച്ചവളായിരുന്നു ആ സ്ത്രീ. എന്നാൽ ഹാലലിയ യേശുവിനെ കണ്ടുമുട്ടിയത് അവളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റായി മാറുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അവളുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുകയാണ്. അതുവരെ അവളെ കാണുന്നവര് അവളെ പുച്ഛിച്ചും പരിഹസിച്ചും തള്ളിക്കളഞ്ഞും ഇരുന്ന അവസ്ഥയിൽ നിന്ന് അവളുടെ വാക്ക് ആ പട്ടണത്തെ മൊത്തം ഇളക്കി മറിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവൾ മശിഹ എന്ന് പറഞ്ഞ് ആ പട്ടണത്തിന് യേശുവിനെ പരിചയപ്പെടുത്തത്തക്ക നിലവാരത്തിലേക്ക് അവളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ യേശുവിൻ്റെ സാമീപ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പലരും പറഞ്ഞത് കേട്ട് നിങ്ങൾ ആ മലയിലും ഈ മരച്ചുവട്ടിലും ആ തടിക്കണ്ടത്തിലും ഈ കൽക്കട്ടയിലും ഒക്കെ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ സത്യ ദൈവത്തെ അറിയുവാൻ ഞാൻ നിങ്ങളെ ഇന്ന് എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലജ്ജാകരമായ അവസ്ഥയിൽ നിന്ന് മാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന് ഒരേ ഒരു വഴി യേശുവിനെ അറിയുക. കാരണം അവനെ അറിഞ്ഞവരുടെ എല്ലാം ജീവിതത്തിന്റെ ചരിത്രത്തെ കർത്താവ് മാറ്റി മറിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ശമര്യ സ്ത്രീയുടെ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ ഹല്ലേലൂയ അവള് പറഞ്ഞ മശിഹായെ ആ പട്ടണക്കാർ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്നോ? നിന്റെ വാക്കുകളാലല്ല, അവൻ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾ കണ്ടറിഞ്ഞിരിക്കുന്നു. നാം ഏത് കണ്ണോടെയാണ് യേശുവിനെ നോക്കുന്നത്? നാം ഏത് മനസ്സോടെയാണ് യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്? നാം ഏത് വാഞ്ചയോടെയാണ് നാം കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്? അവൻ അതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ലജ്ജയും അപമാനവും നിന്ദയും പരിഹാസവും ഒക്കെ നിറഞ്ഞ് ഹാലലിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അനേക സഹോദരങ്ങൾ ഇന്ന് ഹാലില് പകൽക്കാലം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പലയിടങ്ങളിലും പോയി വഴിപാടുകളും നേർച്ചകളും പല മലകളും കയറി ഇറങ്ങി ഭാരപ്പെട്ട് ജീവിതത്തിന്റെ ഹാലലിയ അവസ്ഥ കണ്ട് മരവിച്ചിരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, സത്യ ദൈവത്തെ അറിയുക, യേശുവിനെ അറിയുക. നിന്റെ ജീവിതത്തെ, നിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ എൻ്റെ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു ചെന്നാൽ അവന്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുമെന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അനേക ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയും. സക്കായി യേശുവിനെ കണ്ടെത്തിയതോടുകൂടി അവന്റെ എല്ലാ പാപങ്ങളെയും അവൻ വിടുകയാണ്. അവന് എല്ലാവരിൽ നിന്ന് തെറ്റായ രീതിയിൽ വാങ്ങിച്ചതൊക്കെ 4 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാമെന്നുള്ള ഒരു മാനസാന്തരത്തിലേക്ക്, ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തെ മാറ്റുവാൻ അവൻ തയ്യാറാവുകയാണ്. പത്രോസിനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ വെറും മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയതോടുകൂടെ അവന്റെ നിഴലിന് പോലും ദൈവം മാന്യത കൊടുക്കത്തക്ക നിലവാരത്തിൽ അവന്റെ ചരിത്രത്തെ ദൈവം മാറ്റിയെഴുതി. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മാന്യമായ തലത്തിലേക്ക് ഹല്ലേലൂയ നിങ്ങൾക്ക് ജീവിക്കണമെന്ന്, അല്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവിനെ കുറച്ചുകൂടി അടുത്തറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. അവനോട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക.
പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ, ഹല്ലേലൂയ, നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ചരിത്രത്തെ എൻ്റെ കർത്താവ് മാറ്റി എഴുതും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മെസ്സേജ് കേട്ട എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരേതൊക്കെ വിഷയത്തിലാണ് കർത്താവെ ഭാരത്തോടെ, ലജ്ജയോടെ, നിന്ദയോടെ, അപമാനത്തോടെ പിതാവെ നിന്റെ സന്നിധിയിലായിരിക്കുന്നത്, കർത്താവെ ഈ വചനം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. കർത്താവെ ശമര്യ സ്ത്രീയുടെ ജീവിതത്തെ പട്ടണത്തിൽ മാനിക്കത്തക്ക നിലവാരത്തിൽ ആക്കി തീർത്തതുപോലെ കർത്താവെ ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ കണ്ണുനീരിനെ ദൈവം തുടക്കട്ടെ. അനേക നിന്ദകൾ വീണ്ടു മാറുന്ന, അനേക ലജ്ജാകരമായ അവസ്ഥകളിൽ നിന്ന് നിന്റെ ഹാലിലെ പ്രിയപ്പെട്ടവർ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഹല്ലേലൂയ നമസ്കരിക്കുന്ന അനുഭവത്തിലേക്ക് നിന്റെ ജനത്തെ കൊണ്ടുവരണമേ കർത്താവേ. ശമര്യ സ്ത്രീയുടെ ജീവിതം അങ്ങനെ ആയിത്തീർന്നത് അവൾക്ക് ദൈവത്തെ എപ്രകാരം ആരാധിക്കണമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ദൈവം ആയിരിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ ആരാധിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനും ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്താട്ടെ. ലോകത്തിൻ്റെ അറ്റത്തുള്ള സുവിശേഷം എന്ന ഈ ദൗത്യത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകാം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വീണ്ടും കാണുവോളം സർവശക്തൻ എല്ലാവരെയും തൻ്റെ ചിറകടിൽ മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു.